ഹലോ ഡിയേഴ്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന ശേഷമായിരിക്കും കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിത് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബറോഡയ്ക്ക് പോകുന്ന സമയത്തുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളൊരു വൈകുന്നേരം അല്ല, ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു 2:30-3 മണിയൊക്കെ ആവാറാകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. നമ്മൾ പോയി നേരെ പെട്രോളൊക്കെ അടിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയി പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു 6-6:30 ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയിലെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതേ ഗിഫ്റ്റാണ് വാങ്ങിച്ചു കേട്ടോ. ഒരു വയസ്സുള്ള കുഞ്ഞാണ്, പക്ഷെ എന്നാൽ പോലും ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ അവർക്കത് കണ്ട് മ്യൂസിക് വരും ഇതിനകത്ത്, അപ്പോൾ അവർക്കത് കണ്ട് രസിക്കാൻ രസമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ ഓരോ എന്താ പറയുക റെയിലിൻ്റെ ഒരു ഇതിൽ പാത്തിലൂടെ ഇങ്ങനെ കുഞ്ഞു താറാവുകൾ സ്റ്റെപ്പ് കൂടെ കയറിയിട്ട് പതുക്കെ അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് വരും കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ അവർ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീണ്ടും ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഇച്ചിരി ഒരു ദേഷ്യം പോലെയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ ഇതായില്ല. പജുവേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റെപ്സിലൂടെ 4 കുഞ്ഞു താറാവുകളാണ് കേട്ടോ. അപ്പുറത്തെ കവറിലിരിക്കുന്ന കുഞ്ഞു താറാവുകളാണ്. സ്റ്റെപ്പിലൂടെ കയറിയിട്ട് അതിലൂടെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങും. നല്ല രസമുണ്ടായിരുന്നു. മ്യൂസിക് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പുറപ്പെടുമായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് പിന്നെ വീട്ടിൽ നിന്ന് എനിക്കൊന്ന് പാർലറിൽ പോകണമായിരുന്നു ഐബ്രോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയപ്പോൾ പക്ഷേ ഒരു പ്രശ്നമായി. കാരണം എന്താ വെച്ചാൽ അവരവിടെ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അതായത് ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കുഞ്ഞിൻ്റെ 28 ആയതുകൊണ്ട് അവർ അവിടെ ആയിരുന്നു. നമ്മൾ സർപ്രൈസ് ആയിട്ട് പോയതാണ്. പിന്നെ നാട്ടിൽ പോയി വന്നിട്ട് വരാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കാണാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റും കൊണ്ട് തിരിച്ചു വന്നു. ഇനി നമ്മൾ നാട്ടിൽ വന്ന ശേഷം പിന്നെ ഒരു ദിവസം പോയി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ദുബായിലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് അനിയത്തിയുടെ കുഞ്ഞിൻ്റെ 28 അതുപോലെ തന്നെ പിറന്നാളൊക്കെ പ്രമാണിച്ചിട്ട് വന്നതാണ് അവരിങ്ങോട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പോകുമ്പോൾ നാട്ടിൽ പോയി വന്നിട്ട് പോകുന്ന സമയത്ത് പോയി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ വൈകിട്ട് ഫുഡ് കഴിക്കാൻ പോയി അവിടെ നിന്ന്. അപ്പോൾ ഇത് മമ്മി നോക്കുന്നൊരു കുഞ്ഞാട്ടോ. മമ്മി ഡേ കെയർ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളൊരു കുഞ്ഞാണ്. അപ്പോൾ ആദ്യക്കുട്ടനെ കണ്ട് കുറേ കാണാതെ കണ്ടപ്പോൾ കരഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു ആശാത്തി. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഞാൻ പാർലറിൽ പോയി വരുമ്പോഴേക്കും അവൾ പോയി. അങ്ങനെ നമ്മുടെ സൊസൈറ്റി തന്നെ കേട്ടോ പാർലറിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ പോയ ശേഷം നമ്മൾ വേഗം പോയിട്ട് ഫുഡൊക്കെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. എന്നിട്ട് പിന്നെ നേരെ നമ്മൾ പാർലറിൽ പോയി. നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോയി പാവ് ഭാജിയും ഒക്കെ കഴിച്ചു. പാവ് ഭാജി അതുപോലെ തന്നെ പുലാവ് ഒക്കെ കഴിച്ച് ചാസൊക്കെ കുടിച്ചിട്ടാട്ടോ നമ്മൾ പിന്നെ വീട്ടിൽ വന്നത്. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. കാറിലായതുകൊണ്ട് തന്നെ നമ്മൾ സ്വെറ്ററൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പപ്പയും മമ്മിയൊക്കെ പിന്നെ കഫും കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് അവർ സ്വെറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അൺലിമിറ്റഡ് ഫുഡാണ്, നല്ല ടേസ്റ്റും ആയിരുന്നു. പക്ഷെ നമുക്കൊരു പരിധി വരെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കഴിച്ച് നേരെ വീട്ടിൽ വന്ന് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം ട്രെയിനായിരുന്നു രാവിലെ നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് കുഞ്ഞ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റും ലൈക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.